ഹലോ ഗായ്സ്, അപ്പോൾ ഒത്തിരി നാളായി റെസിപ്പി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് വാപ്പ ചിക്കന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ സ്റ്റൈലിൽ ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കാമെന്ന്. അങ്ങനെ ആദ്യം തന്നെ അതിന് വേണ്ടിയുള്ള മസാല നല്ല പോലെ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, അതേപോലെ തന്നെ അരിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലിട്ട് മിക്സ് ചെയ്യണം ഗൈസ്. ഒന്നും നോക്കല്ല, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സിലാണ് ഗൈസ് എല്ലാം ഇരിക്കുന്നത്. പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 അവറോളം ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. പിന്നെ അതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ടൈം ആകുമ്പോൾ കാണാം. അങ്ങനെ ഗൈസ് ഫ്രൈ ചെയ്യാനുള്ള ടൈമായി. അങ്ങനെ ഞാൻ പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറിവേപ്പില ഓയിൽ ചൂടാവണതിന് മുന്നേ എടുത്തിട്ട് കൊടുത്ത് ഗൈസ്, അത് കുഴപ്പമില്ല. പിന്നെ അതിന് ശേഷം ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ ഓരോ ചിക്കനുമായിട്ട് പിറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നോക്ക് ഗൈസ്, നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് ടൈം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ടാണ്. അങ്ങനെ ഫ്രൈ ആയതിന് ശേഷം നമ്മളെ ചിക്കൻ ഫ്രൈ കണ്ടു ഗൈസ്. അതിലോട്ട് കുറച്ച് സവാളയും അതേപോലെ കുറച്ച് അലങ്കാര പണിയായിട്ടുള്ള നാരങ്ങയും കൂടെ വെച്ച് നമ്മളങ്ങ് കഴിക്കണം. ആദ്യം ലെഗ് പീസ് എടുത്ത് കുറച്ച് നാരങ്ങയും അതേപോലെ കുറച്ച് സവാളയും കൂടെ വെച്ച് ഒരു ഗൈസ്. നല്ല ടേസ്റ്റായിരുന്നു, നല്ല സോഫ്റ്റ് ചിക്കൻ ഫ്രൈ ആയിരുന്നു ഗൈസ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണതല്ല, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.